നമസ്കാരം. ISLൽ ഇന്നലെ 2 മത്സരമാണ് ഉണ്ടായത്. ഒഡീഷ വേഴ്സസ് ജംഷഡ്പൂർ, പിന്നെ മോഹൻ ബഗാൻ വേഴ്സസ് ബാംഗ്ലൂരു. ഇതിൽ ആദ്യ മത്സരം ഒഡീഷ ജംഷഡ്പൂർ അവരുടെ സ്റ്റാറ്റ്സ് നോക്കാം. ഒഡീഷ ആദ്യ 2 മത്സരം തോൽവിയിലും ജംഷഡ്പൂർ ആദ്യ 2 മത്സരവും വിജയിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു വിജയ സാധ്യതയുള്ളത് ജംഷഡ്പൂരിനാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. കോച്ച് ഖാലിദ് ജമീലിൻ്റെ കീഴിൽ അവർ നല്ല പെർഫോമൻസാണ് ആദ്യ 2 മത്സരവും കാഴ്ചവെച്ചത്. ലൊബേറയുടെ ഒഡീഷ അപ്രതീക്ഷിതമായ 2 തോൽവിയാണ് ആദ്യ 2 മത്സരത്തിലും നേടിയത്. പക്ഷേ ഒഡീഷയെ ലൊബേറോ ഈ മത്സരത്തിൽ നല്ല പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ആദ്യ പകുതി റോയ് കൃഷ്ണയ്ക്ക് പകരം അഹമ്മദ് ജാഹു ആദ്യമേ ഇറങ്ങി. ഈയൊരു മാറ്റം നല്ലൊരു സ്റ്റാറ്റാണ് ഒഡീഷയ്ക്ക് കൊടുത്തത്. ബോൾ പൊസിഷൻ പൂർണ്ണമായും ഒഡീഷയുടെ കാലുകൾ തന്നെയായിരുന്നു. തുടരെയുള്ള അറ്റാക്കാണ് ആദ്യം മുതലേ കാണാൻ കഴിഞ്ഞത്. ജംഷഡ്പൂരിന് കാര്യമായ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. അതും ഒഡീഷയുടെ ഭാഗത്തു നിന്നും ലെഫ്റ്റ് വിങ്ങിൽ കളിച്ച ഐസക് റാൽട്ടെ നല്ല പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ മാൻ ഓഫ് ദ മാച്ചായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. നല്ലൊരു ഫോറിൻ പ്ലെയറുടെ ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് അത്രയും നല്ല മാച്ച് സ്റ്റാറ്റാണ് പുള്ളി കാഴ്ചവെച്ചത്. ഇതിൽ ആദ്യ ഗോളിന് വഴിവെച്ചതും ഐസക് റാൽട്ടെയുടെ ഒരു മുന്നേറ്റമാണ്. 4 പേരെ ഡ്രിബിൾ ചെയ്ത് ബോമസിന് കൊടുത്തു. ബോമസ് അത് ഡിയാഗോയ്ക്ക് കൊടുത്ത് ഡിയാഗോ ഗോളാക്കുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യ ഗോൾ ഒഡീഷ നേടിയത്. ഒഡീഷയുടെ രണ്ടാമത് ഗോൾ അഹമ്മദ് ജാഹുയുടെ കോർണർ കിക്കിൽ നിന്നും മൊർത്താദ ഫോളാണ് നേടിയത്. അങ്ങനെ ഒഡീഷ 2-0 മുന്നിലെത്തി. JFCയുടെ ഭാഗത്തു നിന്നും കാര്യമായ മുന്നേറ്റം കണ്ടില്ല. എങ്കിലും 1-2 മുന്നേറ്റം ഹാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിലൊരു ഹാവിയുടെ നല്ലൊരു ബുള്ളറ്റ് ഷൂട്ട് തന്നെ പോസ്റ്റിൽ തട്ടി പുറത്തു പോവുകയാണ് ഉണ്ടായത്. അതല്ലാതെ പ്രത്യേകിച്ചൊന്നും JFCയുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിഞ്ഞില്ല. സെക്കൻഡ് ഹാഫിലാണ് ജംഷഡ്പൂരിന് ഒരു ആദ്യ കോർണർ കിക്ക് തന്നെ നേടാൻ കഴിഞ്ഞത്. 61-ാം മിനിറ്റിൽ ആ കോർണർ കിക്കിൽ നിന്നും ഫാളിൻ്റെ ഹെഡറിലൂടെ അത് സെൽഫ് ഗോളായി മാറുകയായിരുന്നു. അതിനുശേഷം JFCയുടെ ഭാഗത്തു നിന്നും ഹാവി, മുറേ അവരുടെ സൈക്യം നല്ല ആക്രമണം അഴിച്ചുവിട്ടു. നല്ല രീതിയിൽ തന്നെ അവർ ത്രട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗോളിൽ കലാശിച്ചില്ല എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫിലും റാൽട്ടെ ബോക്സ് ടു ബോക്സ് നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. എന്തായാലും ഒഡീഷ 2-1 വിജയിച്ചു. അവർക്ക് 3 പോയിൻ്റ് ആദ്യ 3 പോയിൻ്റ് അവർ നേടുകയുമുണ്ടായി. താങ്ക് യു.